പോലുള്ള പ്രചാരണ വേലകൾ ജയിക്കുക, അതാണ് അവരുടെ ഒരു അവർ CPM കമ്മിറ്റികളൊക്കെ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ ഏത് വിധേനയും ജയിപ്പിച്ചെടുക്കണം. അങ്ങനെ ജയിപ്പിക്കുന്നതിനാവശ്യമായി സ്വീകരിക്കുന്ന എല്ലാ നടപടികളും സ്വീകാര്യമാണ്. അതാണ് CPM ഒരു മുദ്രാവാക്യം തന്നെ. അത് വെച്ചാണ് നിങ്ങൾക്കറിയാം, വടകരയിൽ ഷാഫിയുടെ വലിയ മുന്നേറ്റം നടക്കുന്ന സമയത്താണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രശ്നം വരുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് അത് എത്തി നിൽക്കുന്നു. പിന്നീട് കേരളത്തിൽ വലിയ അന്വേഷണം നടന്നില്ല, പ്രതികൾക്കെതിരായി കേസോ കാര്യങ്ങളോ ഉണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കയ്യിൽ ഭരണമുള്ളപ്പോൾ ഇത് നിർവഹിക്കാൻ കഴിയുമെന്നുള്ള ധാരണയിലാണ് അവർ നിൽക്കുന്നത്. നേരത്തെ കാരശ്ശേരി മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ നമ്മുടെ എന്താണ് ഈ ഇതിനു മുകളിൽ മാഷ ഹള്ള സ്റ്റിക്കർ ഒട്ടിച്ചത്, അതുപോലെ തന്നെ സഫൽവാദവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ RSSന്റെ കാര്യാലയത്തിന് മുമ്പിൽ ചോരയായിട്ടുള്ള തുണി കൊണ്ട് നിക്ഷേപിച്ചു. അതായത് ആളുകളെ ശ്രദ്ധ തിരിച്ചു മാറ്റുന്നതിന് ഇത്തരം ഏറ്റവും നിലവാരം കുറഞ്ഞ ടെക്നിക്കുകൾ പയറ്റുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ